ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അനിൽ ബറാ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദബഹ ഖബല സ്വലാത്തി ഫഇന്നമാ യദ്ബഹു ലിനഫ്സിഹി വമൻ ദബഹ ബഅദ സ്വലാ ഫഖദ് തമ്മ നുസുക വഅസ്വാബ സുന്നത്തൽ മുസ്ലിമീൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. സ്വഹീഹുൽ ബുഖാരിയിൽ 5556 നമ്പർ വചനം, അതുപോലെ ഇത് സഹീഹ് മുസ്ലിമിൽ 1961 നമ്പറും ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ്. ഞാൻ വായിച്ചത് ബുഖാരിയിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം, ബറാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും പെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ, ഉദ്ഹിയ്യത്ത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്തു കഴിഞ്ഞാൽ നിശ്ചയം അവൻ്റെ സ്വന്തത്തിന് വേണ്ടിയാണ് അറവ് നടത്തുന്നത്. എന്നാൽ ആരെങ്കിലും പെരുന്നാൾ നമസ്കാര ശേഷമാണ് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നതെങ്കിലോ ഫഖദ് തമ്മ നുസുകഹു, അവൻ്റെ ആ ബലികർമ്മം അവൻ പൂർണ്ണമായി നിറവേറ്റിയിരിക്കുന്നു, മുസ്ലിങ്ങളുടെ ചര്യ അദ്ദേഹം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു പാഠം, ഒന്ന് ഉദ്ഹിയ്യത്തിൻ്റെ ശ്രേഷ്ഠത, രണ്ട് ആ ഉദ്ഹിയ്യത്തെന്ന് പറയുന്നത് നിർവഹിക്കേണ്ടത് പെരുന്നാൾ ദിവസം യൗമുൽ ഈദിൽ പെരുന്നാൾ നമസ്കാര ശേഷമാണ് അത് അറക്കേണ്ടത് എന്നാണ്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ അത് ഉദ്ഹിയ്യത്താവുകയില്ല, അതൊരു അറവ് മാത്രമാണാവുക. ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും മികച്ച, ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആരാധനാ കർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ്. പെരുന്നാൾ ദിവസമുള്ള തുടർന്നുള്ള അയ്യാമു തശ്രീക്കിലുള്ള ഈ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ബലികർമ്മം എന്ന് നമ്മൾ അറിയുക. ഇത് പ്രവാചകൻ്റെ ഈ വചനത്തിൽ വന്നു എന്ന് മാത്രമല്ല, നിരവധി വചനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ അനേകം വചനങ്ങളിൽ ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, അത് സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാകുന്നു. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു, ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. 22-ാം അധ്യായം 32-ാം സൂക്തം. അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അവയെ ബഹുമാനിക്കുക എന്നുള്ളത് നിശ്ചയം ഹൃദയങ്ങൾക്കകത്തുള്ള സൂക്ഷ്മതാബോധത്തിൽപ്പെട്ടതാകുന്നു. ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്, ആ ബലിമൃഗങ്ങൾ. അപ്പോൾ അവയെ ബഹുമാനിക്കുക, അവയോട് സ്നേഹവും കാരുണ്യവും കാണിക്കുക, വാത്സല്യം കാണിക്കുക, അതൊക്കെ തഖ്വ, മനുഷ്യ മനസ്സുകളിലുള്ള ആ തഖ്വയിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു ചര്യയാണ് സുന്നത്തുൻ മുഅക്കദ, അതിശക്തമായിട്ടുള്ള സുന്നത്താണ് ഈ ബലികർമ്മം എന്ന് നമ്മൾ അറിയുക. പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചകൻ്റെ വചനം, അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഏകോപനം, ഏകകണ്ഠമായ അഭിപ്രായം ഈ വിഷയത്തിലുണ്ട്. അജ്മഅൽ മുസ്ലിമൂന അലാ മശ്റൂഇയ്യത്തിൽ ഉദ്ഹിയ്യ എന്ന് മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഖുദാമ തൻ്റെ അൽ മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായം, ഇത് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ബലികർമ്മം അത് മതനിയമമാണ് എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല രേഖപ്പെടുത്തി, വലാ ഖിലാഫുൻ ഫീ കൗനിഹാ മിൻ ശറാഇ ദീൻ, മത നിയമങ്ങൾക്കകത്ത് പരിശുദ്ധ ദീനിൻ്റെ ഒരു നിയമമാണ് ഈ ഉദ്ഹിയ്യത്ത് എന്നുള്ളതിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇത് മതത്തിൽ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുല്ല രേഖപ്പെടുത്തി, ലാ ഖിലാഫുൻ ഫീ മശ്റൂഇയ്യത്തിൽ ഉളുഹിയ്യ വ അന്നഹാ ഖുർബത്തുൻ അളീമത്തുൻ വ സുന്നത്തുൻ മുഅക്കദ. ഈ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് അത് ശറആക്കപ്പെട്ടതാണ്, മതനിയമമാക്കപ്പെട്ടതാണ്. നിശ്ചയം അത് വമ്പിച്ച രീതിയിലുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടുന്ന ഒരാരാധനാ കർമ്മമാണ്. അത് ശക്തമായിട്ടുള്ള പ്രവാചക ചര്യയാകുന്നു എന്നാണ് ഇമാം ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ അസ്സൈലുൽ ജറാർ എന്ന് പറയുന്ന കിതാബിൻ്റെ 715 പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്ത്, ആ നിഅമത്തുകൾക്കുള്ള ഒരു നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചര്യ കൂടിയാണ് ഉളുഹിയ്യത്ത്, ബലികർമ്മം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ വാർദ്ധക്യമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് അല്ലാഹു തആല കുഞ്ഞിനെ നൽകുകയാണ്. ആ കുഞ്ഞ് ശൈശവം പിന്നിട്ട് പ്രവാചകനായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ കൂടെ സഹായങ്ങൾക്ക് ആയിത്തുടങ്ങിയ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന, സ്വപ്ന ദർശനമുണ്ടായല്ലോ മകനെ അറക്കണമെന്ന്. അദ്ദേഹം ആ മകനെ ചെരിച്ച് കിടത്തി അറക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു തആല പറയാണ്, നീ നിൻ്റെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു, നീ സത്യസന്ധത പാലിച്ചിരിക്കുന്നു, അതുകൊണ്ട് മകനെ അറക്കേണ്ടതില്ല, ആ സ്ഥാനത്ത് ഒരു ആടിനെ അറക്കുക എന്നുള്ളതാണ്. ആ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്തും സമർപ്പിക്കുവാനുള്ള അങ്ങേയറ്റത്തെ ത്യാഗമനസ്ഥിതിയും ക്ഷമയും സഹനവും ഈമാനികമായിട്ടുള്ള ശക്തിയും ഊർജവും ആണ് ആ സംഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്രമാത്രം ഈമാനിൻ്റെ നിറകുടമായിരുന്നു മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹനീയമായിട്ടുള്ള സ്മരണ പുതുക്കുന്ന ഒരു രംഗമാണ് സത്യത്തിൽ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം എന്ന് നമ്മൾ അറിയുക. അതിന് ഒട്ടേറെ ശ്രേഷ്ഠതകളുണ്ട് എന്ന് മാത്രമല്ല, ഉളുഹിയ്യത്ത് മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിച്ച് തൻ്റെ സമൂഹത്തിലുള്ള ആളുകൾക്ക്, തൻ്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് അത് നൽകി. വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായി, ഫക്കുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ. നിങ്ങൾ ഉളുഹിയ്യത്തിൽ നിന്ന് ഭക്ഷിക്കുകയും അത് ദുർബലരും പാവപ്പെട്ടവരുമായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉളുഹിയ്യത്ത് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടേറെ നിയമങ്ങളുണ്ട്. ഏറ്റവും നല്ല മൃഗത്തെയായിട്ട് വേണം അറക്കാൻ. പ്രവാചകൻ്റെ ഒരു വചനത്തിൽ കാണുന്നത് കൊമ്പുള്ള നല്ല വെളുത്ത നിറമുള്ള 2 മുട്ടനാടുകളെ പ്രവാചകൻ അറുത്തു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മഹത്വം വാഴ്ത്തിക്കൊണ്ട് ബിസ്മി ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ മൃഗത്തിൻ്റെ പെരടിയിൽ കാല് വെച്ച് അങ്ങനെയാണ് അറുത്തത് എന്നാണ്. എന്നിട്ട് ഈ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇപ്പോൾ ആടാണെങ്കിൽ, കോലാടാണെങ്കിൽ 1 വർഷം പൂർത്തിയാവണം, 1 വയസ്സ്. മാടുകളാണെങ്കിൽ 2 വയസ്സ് പൂർണ്ണമാകണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാകണം. ചെമ്മരിയാടാണെങ്കിൽ 6 മാസം പൂർത്തിയാവണം. ഇതാണ് ഉളുഹിയ്യത്ത് അറക്കാനുള്ള മൃഗത്തിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗുണമേന്മയുള്ള നല്ല മൃഗങ്ങളെ വേണം അറക്കാൻ. മുടന്തുള്ള, അതുപോലെ തന്നെ കണ്ണിന് കേടുള്ള, അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള രോഗങ്ങളും രോഗബാധകളുമുള്ള, അതുപോലെ മജ്ജയും മാംസമൊക്കെ നഷ്ടപ്പെട്ട മറ്റേ മെലിഞ്ഞൊട്ടി അങ്ങേയറ്റം പ്രായം ചെന്ന രോഗാതുരമായിട്ടുള്ള അങ്ങനെയുള്ള മൃഗങ്ങളെയൊന്നും അറക്കാനായിട്ട് പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന മഹനീയമായിട്ടുള്ള കർമ്മം എന്നുള്ള നിലക്ക് ഏറെ ചിന്തയോടുകൂടെ, ശ്രേഷ്ഠതയോടുകൂടെ ആ ഒരു നിലക്ക് വേണം അറക്കാനായിട്ടുള്ളത്
ഒരു സ്വന്തമായിട്ട് അറുക്കാണ് വേണ്ടത്. ഇഷ്ടമുള്ള എത്രയോ പണമുള്ള ആളുകൾ സ്വന്തമായി അറുക്കാൻ കഴിഞ്ഞിട്ടും ഓഹരി ചേരുന്നത് കാണാം. ഓഹരി ചേരേണ്ടത് സ്വന്തമായിട്ട് ഒന്നിനെ അറുക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ പണമുള്ള ആളുകൾ സ്വന്തമായിട്ട് അറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പാവപ്പെട്ടവരും ബന്ധുക്കളും അയൽവാസികളുമായിട്ടുള്ള ആളുകളെ പരിഗണിക്കുക. അല്ലാഹു തആല ആ കർമ്മം ചെയ്യുവാൻ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.